നമസ്കാരം. ഓ ഓ ഓ കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഇപ്പോൾ ഖരൻ ദൂഷണൻ എന്ന സേനാപതിയോട് വേഗം സേനകളെ തയ്യാറാക്കുവാൻ പറയുന്നു. 14,000 പേരുണ്ട് ഖരൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ. സർവ്വസന്നാഹങ്ങളോടും കൂടി അവരെ തയ്യാറാക്കാൻ ആജ്ഞാപിക്കുന്നു. എന്നിട്ട് ഖരനുള്ള തേരും വില്ലുകളുമെല്ലാം തയ്യാറാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ ആജ്ഞാപിക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ രാമനെ കൊന്നുകളയുമെന്ന് പിന്നെയും തന്നെത്താൻ ആശ്വാസം പറയുന്നു. അങ്ങനെ മേരു ശിഖരം പോലെയുള്ളതും തങ്കഭൂഷിതവും വൈഡൂര്യമായ നുകത്തണ്ടുള്ളതുമൊക്കെ ആയിട്ടുള്ള ആ രഥം, മനോഹരമായ രഥമൊരുക്കാൻ ദൂഷണനോട് ആജ്ഞാപിക്കുന്നു. എന്നിട്ട് തേരിൽ കയറിയിരുന്ന ശേഷം വേഗം തേര് നടത്തുവാൻ ആജ്ഞ നൽകി. അങ്ങനെ ജനസ്ഥാനത്ത് നിന്ന് വലിയ ആരവത്തോടെ അവർ അതിവേഗത്തിൽ യാത്രയായി. ഖരനും 14,000 സേനകളും ഒന്നിച്ച് യാത്രയായി. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം. 18, 19, 20 ശ്ലോകങ്ങൾ. മുദ്ഗരൈ പട്ടിശൈ ശൂലൈ സുതീഷ്ണൈച്ഛ പരശ്വഥൈഹൈ ഖഡ്ഗൈച്ഛക്രൈച്ഛ ഹസ്തസ്ഥൈർ ഭ്രാജമാനൈസ്തോമരൈഹൈ ശക്തിഭി പരിഖൈർഘോരൈർ അതിമാത്രൈച്ഛ കാർമുകൈഹൈ ഗദാസീമുസലൈർ വജ്രൈർ ഗൃഹീതൈർ ഭീമദർശനൈ. രാക്ഷസാനാം സുഘോരാണാം സഹസ്രാണി ചതുർദശ നിർയാതാനി ജനസ്ഥാനാത് ഖര ചിത്താനുവർത്തിനാം. 18, 19, 20 ശ്ലോകങ്ങളുടെ അർത്ഥം. ഇരുമ്പുകൂടങ്ങൾ, പട്ടിശങ്ങൾ, ശൂലങ്ങൾ, മൂർച്ചയേറിയ മഴുകൾ, വാളുകൾ, ചക്രങ്ങൾ, കയ്യിലെടുത്ത് തിളങ്ങുന്ന തോമരങ്ങൾ, ശക്തികൾ, ഘോരപരിഖങ്ങൾ, വലിയ വില്ലുകൾ, ഗദകൾ, മുസലങ്ങൾ, വജ്രങ്ങൾ എന്നിവയായ വിവിധ ആയുധങ്ങളോടെ ഭീകരദർശനും ഘോരന്മാരുമായ 14,000 രാക്ഷസന്മാർ, ഖരൻ്റെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിക്കുന്നവർ ജനസ്ഥാനത്ത് നിന്നും യാത്രയായി. ശ്ലോകം 21. താംസ്തു നിർധാവതോ ദൃഷ്ട്വാ രാക്ഷസാൻ ഭീമദർശനാൻ ഖരസാസ്യ രഥം കിംചിത് ജഗാമ തദനന്തരം. ശ്ലോകം 21 അർത്ഥം. ഭീമദർശനരായി അതിവേഗം നീങ്ങുന്ന ആ രാക്ഷസന്മാരെ തുടർന്ന് ഖരൻ്റെ രഥവും അവർക്കൽപ്പം പിന്നിലായി നീങ്ങി. ശ്ലോകം 22. തതസ്താജ്ഞാച്ഛ ബലാനശ്വാം സ്തപ്തകാഞ്ചനഭൂഷിതാൻ ഖരസ്യ മതം ആജ്ഞായ സാരഥി പര്യചോദയേത്. വർണ്ണമനോഹരങ്ങളും തങ്കം കൊണ്ട് അലങ്കൃതങ്ങളുമായ അശ്വങ്ങളെ ഖരൻ്റെ ഇംഗിതം ഗ്രഹിച്ച് സാരഥി വേഗത്തിൽ ഓടിച്ചു. ശ്ലോകം 23.
സംജോതിതോ രഥശീഘ്രം ഖരസ്യ രിപുഘാതിനഃ ശബ്ദേന പൂരയാമാസ ദിശ സപ്രദിശസ്തദാ. ശത്രു സംഹാരകനായ ഖരൻ്റെ രഥം അതിവേഗത്തിൽ തെളിച്ചോടിച്ചപ്പോഴുണ്ടായ ശബ്ദം ദിക്കുകളിലും വിദിക്കുകളിലും മുഴങ്ങി. ശ്ലോകം 24, 22ാമത്തെ സർഗത്തിലെ അവസാനത്തെ ശ്ലോകം. പ്രവൃദ്ധമന്യസ്തു ഖരസ്വരോ രിപോർവധാർത്ഥം ത്വരിതോ യഥാന്തകഃ അചൂചുതത് സാരഥിമുന്നതൻ പുനർ മഹാബലോ മേഘ ഇവാശ്മവർഷവാൻ. വർദ്ധിതമായ ക്രോധം പൂണ്ടവനും പരുത്ത ശബ്ദത്തോടു കൂടിയവനും ശത്രുവധത്തിനായി തിടുക്കം പൂണ്ടവനും മഹാബലനുമായ ഖരൻ കല്ലുകൾ പെയ്യുന്ന മേഘം പോലെ ഇടുനാദത്തിൽ സാരഥിയെ ത്വരിതപ്പെടുത്തി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.